ഘോഷയാത്രയിൽ നമ്മളെല്ലാം സാറിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് ശ്രമിക്കാം. അദ്ദേഹത്തെ ആദരപൂർവ്വം നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കും. മഴ പെയ്യില്ല. ഇപ്പോ നമ്മുടെ എല്ലാ പരിപാടികളിലും ചെറിയ രീതിയിലുള്ള അനുഗ്രഹ മഴ ഉണ്ടാകാറുണ്ട്. അത് നമ്മുടെ ദേഹത്ത് വീഴണം. കാരണം അത് നന്മയുടെ മഴയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായതും അത് തന്നെയാണ്. ഇതിനു മുമ്പുള്ള പരിപാടികളിലുമൊക്കെ ഇത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് ഇവിടെ ഇതുപോലെ നമ്മളെ കഷ്ടപ്പെടുത്തിയത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമാണ്. കമ്മ്യൂണിസ്റ്റുകാരെ കോൺഗ്രസ്സുകാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നാടിനെ കൊള്ളയടിച്ച് കട്ടുമുടിച്ച് ഇവിടുത്തെ അധ്വാനിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരുടെ വിയർപ്പിന്റെ ബലം നിന്ന് നമ്മളുടെയൊക്കെ രക്തമൂറ്റി കുടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഇപ്പൊ കിഴക്കമ്പലം പഞ്ചായത്തില് 9 വർഷം നമ്മൾ ഭരണം പൂർത്തിയാക്കിയപ്പോ എല്ലാ വികസനങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം 32 കോടി രൂപയാണ് നിങ്ങളുടെ ജനങ്ങളുടെ അക്കൗണ്ടില് നമ്മൾ നിക്ഷേപപ്പെട്ടിരിക്കുന്നത്. ആ 32 കോടി രൂപയാണ് ഈ വർഷം മുതൽ 25% പാചക സബ്സിഡിയും 25% ഇലക്ട്രിസിറ്റി സബ്സിഡിയുമായിട്ട് ജനങ്ങളിലേക്ക് തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിനും ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അനുമതി തന്നില്ല. ഇപ്പോ ഇവിടുത്തെ MLA-യും കളക്ടറും അടങ്ങുന്ന ആ സംഘം DPC-യില് ഈ പറയുന്ന നമ്മുടെ പാചകവാതക ഡിസ്കൗണ്ടും സബ്സിഡിയും ഇലക്ട്രിസിറ്റി സബ്സിഡിയും കൊടുക്കണ്ട എന്ന തീരുമാനമെടുത്തു. ഇപ്പൊ അത് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് പോയിരിക്കുകയാണ്. സ്റ്റേറ്റ് കമ്മിറ്റിയും ഇവരുടെ ചേട്ടന്മാരാണ് അവിടെ ഇരിക്കുന്നത്. കാരണം ഇന്ന് കേരളത്തിൽ 940 പഞ്ചായത്തുകളുണ്ട്. ഈ 940 പഞ്ചായത്തുകള് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറി മാറി ഭരിച്ചിട്ട് എല്ലായിടത്തും കടമാക്കി വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 32 കോടി രൂപ ജനങ്ങളുടെ പൈസ, നിങ്ങളുടെ നികുതി പണം ഇവിടെ സൂക്ഷിച്ച് അത് തിരിച്ചു നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്കത് അനുമതി കൊടുക്കാൻ സാധിക്കില്ല. കാരണം അനുമതി കൊടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ ജനങ്ങൾ ചോദിക്കും, എന്താണ് 2020 ഭരിക്കുന്ന പഞ്ചായത്തില് അവിടെ പാചകവാതകത്തിന് 25% കൊടുക്കുന്നു, വൈദ്യുതിക്ക് 25% കൊടുക്കുന്നു. അത് എല്ലാ വികസനങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ അവർക്ക് വാക്കുകളില്ല. അതുകൊണ്ടാണ് അവർ കൊടുക്കാത്തത്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിങ്ങള് MLA-യും കളക്ടറും എല്ലാം ഡിസ്ട്രിക്ട് ലെവലിൽ തടയും, സംസ്ഥാന തലത്തിൽ തടയും. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു കോടതി ഇവിടെ ഉണ്ട്, ഹൈക്കോടതി. അവിടെ പോകും, ഞങ്ങൾ അനുവാദം മേടിക്കും. ഈ കിഴക്കമ്പലം പഞ്ചായത്ത് മാത്രമല്ല, 2020 ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളിലും വരുന്ന വർഷങ്ങളില് 25% പാചകവാതകത്തിനും 25% ഇലക്ട്രിസിറ്റിക്കും സബ്സിഡി ഞങ്ങൾ നടപ്പിലാക്കും. ധൈര്യമുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾക്ക് പറയാനത്? സാധിക്കില്ല, അവരെ കണ്ട് അവർക്ക് സാധിക്കില്ല. ഇനി ഹൈക്കോടതി പോയി നമ്മള് ഇതിന് തീരുമാനം മേടിച്ചാലും എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവര് സുപ്രീം കോടതി പോകും കൊടുക്കരുത് എന്ന് പറയാനായിട്ട്. അപ്പോ അവിടെ പോയി ആയാലും യുദ്ധം ചെയ്ത് ഈ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഈ റോഡിന്റെ കാര്യം 4 വർഷമായിട്ട് കുണ്ടും കുഴിയുമായിട്ട് കിടന്ന് സഹികെട്ടാണ് നമ്മൾ അവസാനം ഒരു മനുഷ്യ ചങ്ങലയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം കള്ള് കൊടുത്തും കഞ്ചാവ് കൊടുത്തും ആളുകളെ നശിപ്പിച്ച് അവരെ വഴിയിലേക്ക് തെരുവിലേക്ക് ഇറക്കി വിടുന്ന പാർട്ടിയല്ല. അതുകൊണ്ട് നമ്മൾ സമാധാനപരമായിട്ടാണ് സമരം നടത്തുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് ചാലഞ്ച് വന്നു കഴിഞ്ഞപ്പോ ഇതുപോലെ തന്നെ വീടുകളിൽ നിന്ന് വിളക്കണച്ച നമ്മളെ ഒരു ദളിത യുവാവിനെ അവരടിച്ച് കൊന്നു. ഇപ്പൊ ഈ തവണയും അതിന് സമാനമായിട്ടാണ് ചെയ്തത്. നമ്മൾ സമാധാനപരമായിട്ട് കൈ പിടിച്ച് റോഡിന്റെ സൈഡിൽ നിന്നപ്പോ ഇവിടുത്തെ കുറെ ഗുണ്ടകളെ
വെള്ളം കൊടുത്ത് കഞ്ചാവ് കൊടുത്ത് അതും സ്ത്രീകളെ ആക്രമിക്കാനായിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ, വെലങ്ങ് വാർഡ് മെമ്പറെ, അതുകൂടാതെ കുറെ ആളുകളെ ആക്രമിക്കാനായിട്ട് കടത്തിവിടുന്നു. ആ ഒരു സംസ്കാരമല്ല നമുക്കുള്ളത്. ഈ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ പഴയ കോൺട്രാക്ടർ ഇത് 1,20,00,000 രൂപയ്ക്ക് കോൺട്രാക്ട് എടുത്തിട്ട് 4 തവണ മെഷീൻ ഇറക്കി, ഡിപ്പാർട്ട്മെന്റ് പേപ്പറിൽ പരസ്യം ചെയ്തു, ഇത് നാളെ പണി നടക്കുകയാണ്, വാഹന ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മെഷീൻ ഇറക്കി ജോലിക്കാരെ കൊണ്ടുവന്ന് കഴിയുമ്പോ ഉദ്യോഗസ്ഥന്മാര് വന്ന് പറയും, MLA പറഞ്ഞു പണി ചെയ്യിക്കണ്ട എന്ന്. അങ്ങനെ 4 പ്രാവശ്യം ഇറക്കി, 4 പ്രാവശ്യവും ഭീമമായ നഷ്ടം വന്നു. അതിനുശേഷം അദ്ദേഹം കോടതിയിൽ പോയി. 4 പ്രാവശ്യം ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ പണി പൂർത്തിയാക്കാനായിട്ടുള്ള നടപടികള് സ്വീകരിക്കണമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തു. എന്നിട്ടും സമ്മതിച്ചില്ല. MLA പറഞ്ഞു റോഡ് ചെയ്യിക്കണ്ട എന്നുള്ളത്. അപ്പോ ഇതിലിപ്പോ ഈ പഴയ കോൺട്രാക്ടറെ മാറ്റി 1,75,00,000 രൂപയ്ക്ക് MLAയുടെ ആശ്രിതനായിട്ടുള്ള അദ്ദേഹത്തിന് വിഹിതം കിട്ടുന്ന ഒരു കോൺട്രാക്ടർക്ക് ഈ പണി ഏൽപ്പിച്ചിരിക്കുകയാണ്. അതായത് 1,20,00,000 രൂപയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞ വർക്ക് ഇപ്പോഴും ആ കോൺട്രാക്ടർ തയ്യാറാണത്. അത് 1,75,00,000 രൂപയ്ക്ക്, അതായത് 55 ലക്ഷം രൂപയുടെ വൻ അഴിമതി നടത്താനാണ് ഇപ്പോഴത്തെ MLA ശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ മത്തഞ്ഞാക്കുരിശ് മലയിടുത്തുരുത്ത് റോഡില്. അവിടെ ഒരു കോൺട്രാക്ടർ പണിയെടുത്ത് 6 മാസം അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. 4 മാസമായി കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്ത് ഓർഡർ കൊടുത്തു. പണി സ്ലോ ആണ്, അതുകൊണ്ട് ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും വേറൊരു കോൺട്രാക്ടർക്ക് കൊടുത്തു. അവിടെയും സംഭവിച്ചത് 25 ലക്ഷം രൂപ കൂടുതൽ നൽകിക്കൊണ്ട് വേറൊരു കോൺട്രാക്ടർക്ക് ആ പണി കൊടുത്തു. അപ്പൊ അവിടെയോ 25 ലക്ഷം രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. അപ്പൊ ഈ 2 റോഡുകളിലും മാത്രം 75 ലക്ഷം രൂപയുടെ അഴിമതി. അത് അടിച്ചു മാറ്റി MLAയുടെ ആശ്രിതർക്ക് കൊടുത്ത് CPM-ഉം ഇവരെല്ലാവരും കൂടി വീതം വെച്ച് കഴിക്കാനായിട്ടുള്ള ഒരു നടപടിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കോടികള് ഈ റോഡുകളിലെല്ലാം അവരുടെ ആശ്രിതരെ കൊണ്ടുവന്നിട്ട് 25-ഉം 50-ഉം 1 കോടിയും വിഹിതം മേടിച്ച് അവരിൽ നിന്ന് കമ്മീഷൻ കൈപ്പറ്റിയാണ് ഈ റോഡുകളെല്ലാം ടാർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അടുത്തിടയ്ക്ക് നിങ്ങളൊരു വാർത്ത കേട്ട് കാണും, നമ്മുടെ MLA ഒരു സിനിമാ നിർമ്മാതാവിന് 1 കോടി രൂപ പണമായിട്ട് പലിശയ്ക്ക് കൊടുത്തു. ആ പലിശയ്ക്ക് കൊടുത്തിട്ട് ആ നിർമ്മാതാവിന്റെ കയ്യിൽ നിന്ന് 2.5 കോടി രൂപ, അതായത് 150% പലിശ മേടിച്ച് തിരിച്ചു മേടിച്ചപ്പോ അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റി. ഒന്ന്, ഈ 65 ലക്ഷം രൂപ തിരിച്ച് വായ്പയായിട്ട് മേടിച്ചു. ബാക്കിയുള്ള പണം വന്നിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ പേരിട്ട് പണമായിട്ട് മേടിച്ചു. ഇപ്പൊ ഇൻകം ടാക്സും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറും പിടികൂടിയിരിക്കുകയാണത്. അപ്പൊ ഇത് ഒരു തട്ടിപ്പിന്റെ കഥ മാത്രമാണത്. അതായത് 1 കോടി രൂപ പലിശയ്ക്ക് കൊടുത്ത് 2.5 കോടി രൂപ മേടിച്ച ഒരു തട്ടിപ്പ്. അപ്പൊ എത്രയോ കോടികള്. ഇപ്പൊ നമുക്കറിയാം, ഒരു 5 വർഷം മുമ്പുള്ള ദേശാഭിമാനി എടുത്തു കഴിഞ്ഞാല് അവിടെ എന്താ എഴുതിയിരിക്കുന്നത്, ഈ MLAയുടെ അമ്മായി അപ്പൻ ഇവര് ചെയ്ത അഴിമതികളും ഇവര് ചെയ്ത അവിഹിത ഇടപാടുകളും അങ്ങനെ കോടികളുടെ തട്ടിപ്പ് എന്ന് പറയുന്നത് മുൻ പേജിൽ എഴുതിയവര് പിടിച്ച് അവരുടെ കാശ് കൊടുത്തു കഴിഞ്ഞപ്പോ സീറ്റും കൊടുത്ത് അവരെ MLA ആക്കിയിരിക്കുകയാണത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രസ്ഥാനം ഇപ്പൊ 13 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തില് 544 റോഡുകളാണുള്ളത്. ഈ 544 റോഡുകളില് 540 റോഡുകളും ഒരു കുഴി പോലും ഇല്ലാത്ത രീതിയിൽ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി 4 റോഡുകളുടെ ഭാഗികമായിട്ടുള്ള പണി തീരാനുണ്ട്.
അത് ഈ മഴ മാറിയാൽ ഒരു മാസത്തിനുള്ളത് പൂർത്തിയാക്കും. ഇവർ ഈ PWD റോഡ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് തന്നെ ഇതിലെ യാത്ര ചെയ്യുന്ന ജനങ്ങൾ വിചാരിക്കുന്നത് ഇത് 2020 റോഡാണ്. അതും പ്രത്യേകിച്ച് പാർട്ടി പ്രസിഡന്റ് വീടിന്റെ മുന്നിൽ കൂടി ആകുമ്പോ അത് വെച്ചിട്ട് 2020 ഭരണം മോശമാണെന്ന് വരുത്തി തീർക്കുക. ആ ലക്ഷ്യം വെച്ചാണ് ഇവർ പോകുന്നത്. ഇപ്പോ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ കിഴക്കമ്പലത്തുള്ള ബസ് സ്റ്റാൻഡ്, ഈ ബസ് സ്റ്റാൻഡ് വളരെ മനോഹരമായിട്ട് പണി പൂർത്തി, അതിന് കാത്തിരിപ്പ് ശേഷം ഒരു സീറ്റിന് തന്നെ 5000 രൂപ മുടക്കി അത് പണി പൂർത്തിയാക്കിയത്. അവിടെ ഇരിക്കുന്നവർക്ക് ടെലിഫോൺ ചാർജ് ചെയ്യാനും വൈഫൈ കിട്ടാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ചെയ്തു. അത് തുറന്നു കൊടുത്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ ആ സീറ്റുകളെല്ലാം തകർത്തു, അതിന്റെ ഗ്രില്ലുകളെല്ലാം തകർത്തു. അപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചത് ഇതിന് സ്ഥിരമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി സംവിധാനത്തോടു കൂടി അവിടെ വരുന്നവർക്ക് യൂറിൻ പാസ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം വേണമെന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണ് പഞ്ചായത്ത് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തത്. വീണ്ടും അത് അടച്ച് അവിടെ വരുന്ന ബസ്സിൽ വരുന്ന ആളുകൾക്ക് ടോയ്ലറ്റിൽ പോകാൻ ഒരു സൗകര്യം. അപ്പൊ അങ്ങനെയാണ് 3 നില ഒരു കെട്ടിടം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഈ 3 നില കെട്ടിടം എന്ന് പറയുന്നത് താഴത്തെ നിലയില് സ്ത്രീകൾക്ക് 4 ടോയ്ലറ്റ്, പുരുഷന്മാർക്ക് 4 ടോയ്ലറ്റ്. അതുകൂടാതെ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ കാണുന്ന രീതിയിൽ നമ്മുടെ സ്റ്റാർബക്ക് ഒക്കെ പോലെ തന്നെ ഒരു കഫേ ഉണ്ട് അവിടെ. അവിടെ ജ്യൂസും ചായയും ഐസ്ക്രീമും എല്ലാം കിട്ടും. ബസ് കാത്തു നിൽക്കുന്നവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതിന്റെ 1ാം നിലയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ 1ാം നില എന്ന് പറയുന്നത് അവിടെ ഒരു റെസ്റ്റോറന്റ് ആണ്. ആ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 48 പേർക്ക് ഒരേ സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. രാവിലെ 6 മണിക്ക് തുറന്ന് 9 മണിക്ക് അവസാനിക്കും. രാവിലെ 6 മണി മുതൽ 9 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ലഞ്ച് ഉണ്ടാവും. വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെ ഡിന്നർ ഉണ്ടാവും. ഇതിനിടയ്ക്കുള്ള സമയത്ത് ചായയും കാപ്പിയും സ്നാക്സും കിട്ടും. ഇതെല്ലാം സൗജന്യമാണ്. മാസ്റ്റർമാര് നിങ്ങളത് അടിച്ചു തകർത്തല്ലോ. നിങ്ങൾക്ക് സാധിക്കുമോ? അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് സാധിക്കുമോ? കോൺഗ്രസുകാർക്ക് സാധിക്കുമോ? ഇതിന് മുകളില് സ്ത്രീകൾക്കായിട്ടുള്ള ഒരു ജിം ഒരുക്കുന്നുണ്ട്, ഷീ ജിം. ഇവിടെ 9 ജിമ്മുകളുണ്ട്. പക്ഷെ പലർക്കും ഭയം കൊണ്ടും അവരുടെ സേഫ്റ്റി കൊണ്ടും അവർക്കെല്ലാം എല്ലായിടത്തും പോകാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കിയാണ് അതിന്റെ മുകളിൽ നമ്മളൊരു ജിം ഒരുക്കുന്നത്. ഈ 3 നിലയിൽ 2ാമത്തെ റെസ്റ്റോറന്റ് ആയിക്കോട്ടെ, 3ാമത്തെ ജിം ആയിക്കോട്ടെ, ഇത് 3ഉം ഒരു 5 നക്ഷത്ര ഹോട്ടലിനെ പോലെ അതിനേക്കാൾ നല്ല രീതിയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും എയർ കണ്ടീഷൻ ചെയ്തത്. അപ്പൊ എന്തുകൊണ്ട് അവര് തടയുന്നു? അവര് തടയുന്നതിന് കാരണമുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ട രക്ഷപ്പെടാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കിയുള്ളൂ, 2012 നമ്മൾ തുടങ്ങിയ മുതല് ഒരുപാട് സമരങ്ങള്, ഒരുപാട് യുദ്ധങ്ങള് കണ്ടിട്ടുള്ളവരാണ്, നേരിട്ടുള്ളവരാണ് 2020. ഇത് ഭയന്ന് മാറുന്നതല്ല. ഇവർക്കറിയാം ഈ 2020 പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുമ്പ് സാബു ജേക്കബ് ആരായിരുന്നു എന്നുള്ളത് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. 2001 കോൺഗ്രസുകാർ ഒരു 200 പേരിന്റെ കമ്പനി ആക്രമിച്ചു, 20ഓളം ബോംബുകൾ എറിഞ്ഞു. പക്ഷേ 1 മണിക്കൂറിനുള്ളില് അടിച്ച് ലെവലാക്കി വന്നവന്റെ 200 പേരുടെ വീടുകൾ ഞങ്ങൾ തകർത്തവരാ. അപ്പോ ഇത് അറിയാൻ പാടില്ലായിട്ടല്ല, പക്ഷെ ഇന്നത്തെ നയം ഞങ്ങളുടെ അതല്ല. ഞങ്ങൾ സമാധാനത്തിന്റെ പാർട്ടിയാണ്. ഈ നാടിനെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്ന പാർട്ടിയാണത്. പാവപ്പെട്ട ജനങ്ങളെ കള്ളും കഞ്ചാവും കൊടുത്ത് തെരുവിലേക്ക് ഇറങ്ങി അവരുടെ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന പ്രസ്ഥാനമല്ല. ഇന്ന് 2020 വന്നതുകൊണ്ടാണ് കിഴക്കമ്പലത്ത് കള്ളുകുടിയന്മാരെ കാണാൻ പറ്റില്ല. കള്ളുകുടിയന്മാരെ കാണണമെങ്കിൽ കോൺഗ്രസുകാരുടെ വീട്ടിലേക്ക് പോകണം, കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലേക്ക് പോകണം. ഇപ്പോ ഈ 1 മാസത്തിനുള്ളില് 2ാമത്തെ ആക്രമണമാണ് ഇവർ നടത്തുന്നത്.
കഴിഞ്ഞ തവണ ബസ് സ്റ്റാൻഡ് പിടിച്ചതിന് ശേഷം അതിലെ പോയ നമ്മുടെ ഒരു പ്രവർത്തകനെ കയ്യേറ്റം ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഇവിടുത്തെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി അതിന് നമ്മൾ പ്രതിഷേധം നടത്തി. അപ്പോ ഇതിപ്പോ രണ്ടാമത്തെയാണ്. നമ്മൾ സമാധാനപരമായിട്ട് സമരം നടത്തുമ്പോ കള്ളും കഞ്ചാവും കൊടുത്ത് ജനങ്ങളെ ഇറക്കി വിടുക. ഈ കോളനി പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺഗ്രസുകാരുടെ ഒരു പ്രദേശമായിരുന്നു. ഇവരെന്ത് ചെയ്തു? ഒരുപാട് കുടുംബങ്ങളെ നശിപ്പിച്ചു. ഒരുപാട് കുടുംബങ്ങൾ വിട്ടുപോകേണ്ടി വന്നു. ഒരുപാട് കുട്ടികൾ ഇവിടെ ആത്മഹത്യ ചെയ്തു. കാരണം ഇവരുടെ കൂടെ കൂടിയ 12 വയസ്സിന് മേലെയുള്ള 20-30 വയസ്സ് വരെയുള്ള ആളുകളെ ഇവര് കള്ളും കഞ്ചാവും കൊടുത്ത് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു. ഒരുപാട് പേരുടെ കുടുംബം തകർന്നു. അപ്പോ ഇപ്പോഴും രണ്ടാമത് ഇലക്ഷൻ വരുന്നു. ഇപ്പൊ ഇവര് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ പറയുന്ന രീതിയിൽ കള്ളും കഞ്ചാവും കൊടുത്ത് 2020-കാരെ അടിച്ചൊതുക്കി അടുത്ത ഇലക്ഷനിൽ വരുമ്പോ അധികാരം നേടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കിയോളൂ. നമ്മുടെ 32 കോടി രൂപയാണ് ഈ പഞ്ചായത്തിൽ നിക്ഷേപമിട്ടിരിക്കുന്നത്. ആ സ്വർണ്ണ ഖനിയില് കണ്ണ് നട്ടുകൊണ്ടാണ് ഇവരിപ്പോ ഇടതിനും വലതിനും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി ഒന്നിച്ചു നിന്ന് ഈ തവണ ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളെ നിർത്തി ഭരണം പിടിക്കാൻ നോക്കുന്നത്. അങ്ങനെ ഭരണം നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ 32 കോടി രൂപ അപ്രത്യക്ഷമാകും. അപ്പൊ അതുകൊണ്ട് അതില് മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ഏതായാലും 2020-കാരെ അടിച്ചൊതുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. ഇപ്പോ ഇതിനെതിരെ ഞങ്ങള് നമ്മുടെ ആളുകളെ അടിച്ചതിന് ശേഷം കമ്മ്യൂണിസ്റ്റുകാർ ജില്ലാ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു പ്രതിഷേധ സമരം നടത്തി. അതിനെ നയിച്ചത് ആരാണ്? കുന്നത്തുനാട് MLA, ജില്ലാ സെക്രട്ടറി. എന്നിട്ട് ഇവിടുത്തെ നേതാക്കന്മാരെല്ലാവരും കൂടി മുമ്പിൽ നടന്നു. ആകെ എത്ര പേരുണ്ടായിരുന്നത്? 452 പേര്. ഈ 452 പേരില് 75 പേരാണ് ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ നിന്ന് പങ്കെടുത്തത്. ബാക്കിയുള്ള ആളുകളൊക്കെ ഈ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരാൾക്ക് 1000 രൂപ വെച്ച് കൊടുത്താണ് കൊണ്ടുവന്നത്. 3 പേർക്ക് ഒരു കുപ്പി വെള്ളം, ഒരു കുപ്പി അങ്ങനെ കൊടുത്ത് 3 പേര് കൂടി ഷെയർ ചെയ്ത് കഴിക്കുക. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് അറിയാം, ഇതാരും വന്നിട്ട് കാശ് കൊടുത്ത് കൊണ്ടുവന്ന ജനങ്ങളല്ല. ഇത് 2020-യുടെ പോരാളികളാണ് ഈ ഇരിക്കുന്നത് അവരെല്ലാവരും. അപ്പോ ഇവിടെ മദ്യം കൊടുത്തിട്ടില്ല, കാശ് കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മളിപ്പോ നമ്മുടെ പ്രസിഡന്റിനെ അടിച്ചു, ഇതുവരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിന് പകരം ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ പേരില് അവരെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ പിണറായി പോലീസ് എന്താ ചെയ്തിരിക്കുന്നത്? പോലീസിന്റെ നട്ടല് ഊരി എടുത്തിട്ട് അവിടെ വാഴപ്പിണ്ടി വെച്ച് പിടിപ്പിച്ചിരിക്കുക. അപ്പൊ പിന്നെ പോലീസിന് എങ്ങനെ നടപടി എടുക്കാൻ പറ്റും? ഒരു കാര്യം ഞാൻ പറയാം, ഈ തവണ 60 പഞ്ചായത്തുകളിലാണ് 2020 മത്സരിക്കുന്നത്. ഒരു കോർപ്പറേഷൻ, 4 മുനിസിപ്പാലിറ്റി, അങ്ങനെ 60 പഞ്ചായത്തുകളും ഒരു കോർപ്പറേഷനും ഈ 4 മുനിസിപ്പാലിറ്റികളും 20 പിടിച്ചെടുക്കും. ആ പിടിച്ചെടുക്കൽ ഒരു തുടക്കമാണ്. 26-ല് ഈ പറയുന്ന കേരള സംസ്ഥാനത്ത് നടക്കുന്ന ഇലക്ഷനില് 2020 ആയിരിക്കും ഭരണം നയിക്കുക. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാല് ഇന്നത്തെ പോലീസിന് വാഴപ്പിണ്ടി ഊരി വീണ്ടും ഞങ്ങൾ നട്ടല് വെച്ചു കൊടുക്കും. ഈ തെമ്മാടിത്തരവും ഗുണ്ടായിസവും ചെയ്യുന്നവരെ അവരെ കണ്ട് തന്നെ അടിച്ചൊതുക്കും ഞങ്ങള്. ഇപ്പൊ ഇതിന് കോടതിയിൽ പോയപ്പോ കോടതി എന്താ പറഞ്ഞത്? ആൾക്കൂട്ട സമരം അനുവദിക്കാൻ പറ്റില്ല. ആൾക്കൂട്ടം ഒരു പഞ്ചായത്തിന്റെ അധികാരം പിടിച്ചെടുക്കുന്നത് ശരിയല്ല. ആൾക്കൂട്ടം ഒരു പഞ്ചായത്ത് ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളെ തടയുന്നത് ശരിയല്ല. അതുകൊണ്ട് അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അവർ പഞ്ചായത്ത് പിടിക്കും, നാളെ സംസ്ഥാനം പിടിക്കും, നാളെ കഴിഞ്ഞ് കേന്ദ്രം പിടിക്കും. അതുകൊണ്ട് പോലീസ് നട്ടല്ലോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കൂട്ടത്തെ അടിച്ചൊതുക്കണം, ഇരുമ്പ് മുഷ്ടി കൊണ്ട് അടിച്ചൊതുക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തത്. അവരെന്ത് ചെയ്യുമെന്ന് നമുക്ക് ചൊവ്വാഴ്ച അറിയാം. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് നമ്മൾ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ബസ് സ്റ്റേഷൻ വളച്ചു കെട്ടി അത് പിടിച്ചെടുത്ത് വീണ്ടും നമ്മൾ അതിന്റെ പണി പൂർത്തിയാക്കും. കൃത്യം 2 മാസത്തിനുള്ളിൽ ആ ബസ് സ്റ്റേഷൻ കോംപ്ലക്സ് നമ്മൾ നടപ്പിലാക്കും. അതായത് ഈ കിഴക്കമ്പലത്ത് കൂടി പോയി നടന്നു പോകുന്ന
ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല, വിശന്നു പോകാൻ പാടില്ല. ആ ലക്ഷ്യം നമ്മൾ പൂർത്തിയാക്കിയിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. നമുക്കറിയാം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എങ്ങനെ നിർത്തി, ആര് നിർത്തി എന്നുള്ളത്. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് 2020 അല്ല നിർത്തിയത്, അത് നിർത്തിച്ചതാണത്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാര് കോൺഗ്രസുകാർ കൂടി ഒന്നിച്ചാലോചിച്ച് ഗൂഢാലോചന ചെയ്ത് കളക്ടറെ കൊണ്ട് കഴിഞ്ഞ ഇലക്ഷനിൽ നിർത്തിച്ചതാണ്. അത് നിർത്തിച്ചിട്ടോ ഇവിടുത്തെ 55,000-ഓളം വരുന്ന നമ്മുടെ കുടുംബങ്ങള് അതിനെതിരെ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേദനയുണ്ടാക്കിയത്. പക്ഷേ ഇന്ന് കിഴക്കമ്പലത്തുകാരത് മനസ്സിലാക്കിയിരിക്കുന്നു. 2020 ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളും അത് മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞ് സാധനങ്ങളുടെ വില കൂടില്ല എന്ന് പറഞ്ഞ് 9 വർഷം മുമ്പ് അധികാരം കയറിയ ഇടതു മുന്നണി സർക്കാർ ഇന്ന് എവിടെയാ വില നിൽക്കുന്നത്? 90 രൂപയ്ക്ക് 2020 കൊടുത്തുകൊണ്ട് 150 രൂപ വിലയായി. 70 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന മത്തി ഇന്ന് 250 രൂപയായി. എന്തുകൊണ്ട് ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല? അപ്പോ ഇനിയിപ്പോ ഇലക്ഷൻ വന്നു കഴിയുമ്പോ ഇവരൊക്കെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിലേക്ക് വരും. നിങ്ങൾ ചോദിക്കണം, അഴിമതിയില്ലാതെ ജനങ്ങളുടെ പണം കട്ടെടുക്കാതെ ഈ നാടിനെ കൊള്ളയടിക്കാതെ നിങ്ങൾക്ക് ഭരിക്കാൻ സാധിക്കുമോ എന്ന്. 2020 ഒരു വർഷം 3 കോടി രൂപ മിച്ചം വെച്ചിട്ടുണ്ട്. 5 വർഷം കൊണ്ട് 15 കോടി രൂപ മിച്ചം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഐക്യനാട് പഞ്ചായത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഇതിനു മുമ്പ് ഭരിച്ച കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഓരോ വർഷവും 2-3 കോടി രൂപ നിങ്ങളുടെ പണം, ഈ നാടിന്റെ പണം കട്ടെടുത്ത് മോഷിച്ച് അവരെയൊക്കെ വീടുകളിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് കാണുന്നത്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഭരിക്കുന്ന പഞ്ചായത്തുകൾ മിച്ചം വരുന്നില്ല? എന്തുകൊണ്ട് വികസനം നടക്കുന്നില്ല? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 540 റോഡുകളുള്ളതില് കുഴി പോലും ഇല്ലാതെ ടാർ ചെയ്തിരിക്കുന്ന ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് കാണിച്ചു തരാൻ പറ്റുമോ? 32 കോടി രൂപ എല്ലാ വികസനവും കഴിഞ്ഞ് മിച്ചം വെച്ചിരിക്കുന്ന എന്നെ ഇറക്കിയതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരുമാണ് അതിന് ഉത്തരവാദികള്. അങ്ങനെ ഇറക്കി ഈ നാടിന്റെ കണ്ണുനീര് ഞാന് 2012 ഞാൻ കണ്ടത് കണ്ണുനീരൊഴുക്കുന്ന അമ്മമാരെയാണ്, ഭക്ഷണം കിട്ടാത്ത കുട്ടികളെയാണ്. ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഇവർക്ക് സാധിക്കുമോ? ഇവർക്ക് ഭക്ഷ്യസുരക്ഷ തുടങ്ങാൻ സാധിക്കുമോ? 50% ഡിസ്കൗണ്ടിന് കൊടുക്കാൻ സാധിക്കുമോ? മെഡിക്കൽ സ്റ്റോർ തുടങ്ങാൻ പറ്റുമോ 50% ഡിസ്കൗണ്ടിന്? അപ്പോ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ചിന്തിക്കണം. മഴയാണ്, ഞാൻ നിർത്തുകയാണ്. എല്ലാവരും ഏത് സമയത്തും നമ്മുടെ മനുഷ്യ ചങ്ങലയിൽ ഏതാണ്ട് 4500-ഓളം ആളുകൾ പങ്കെടുത്തു. ഇന്നും ഇവിടെ 5000-ലധികം ആളുകൾ ഒരു വിളിപ്പുറത്ത് ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന ഈ ആളുകള്, നിങ്ങളാണ് എന്റെ ശക്തി. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്. ഈ രാഷ്ട്രീയക്കാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസുകാരെയും എല്ലാ തെമ്മാടിത്തരവും വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ എതിർപ്പ് നേടിക്കൊണ്ട് നമ്മുടെ സ്വന്തം ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കണ്ണുനീരൊപ്പാനാണ്. നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നും ഞാനും എന്റെ കുടുംബവും നിങ്ങളോടൊപ്പം നിങ്ങളുടെ മുന്നിൽ നിന്ന് ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, മുഴുവൻ